ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുകയും ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തണം, അങ്ങനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആത്മീയതയിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ എപ്പോഴും ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ കുറവുകൾ എപ്പോഴും തിരിച്ചറിയുന്നതാണ് നമുക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി സാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ഇനിയും കുറവുകളുണ്ടല്ലോ എന്ന് അറിഞ്ഞ് വീണ്ടും ഈശോയിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. ആത്മീയത വരുമ്പോൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ ലോകാരൂപി ഇട്ട് തരുന്നത്, നീ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീ പെർഫെക്റ്റ് ആണെന്നായിരിക്കും ലോകാരൂപി നമുക്ക് ഇട്ട് തരുന്നത്. അല്ലെ നമ്മുടെ ആത്മീയ ശത്രു നമുക്ക് ഇട്ട് തരുന്നത്, നീ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ എപ്പോഴും ദൈവവചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ദൈവവചനം ചിന്തിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് എപ്പോഴും നല്ലത്. അതിനായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ മെയ് 24-ാം തീയതി പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്ത ദിനം വരുന്നു, അതിന്റെ ശുശ്രൂഷകൾ വരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾ പല പല ശുശ്രൂഷകൾ കൂടുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയും തോറും എൻ്റെ ഉള്ളിലെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടുതലൂടെ ശക്തിപ്പെടുകയും, കൂടുതൽ ദൈവവചനം പഠിക്കണം, കൂടുതൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയണം, വിശുദ്ധി വളരണം, ദൈവരാജ്യത്തിന് വേണ്ടി എങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള തീക്ഷ്ണത എന്നിൽ കൂടി വരികയാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കണം, ഈ സ്നേഹത്തിന്റെ അഭിഷേകം എന്നിൽ കൂടി വരുന്നുണ്ടോ? നമ്മൾ പല പെന്തക്കോസ്ത ശുശ്രൂഷകളിലും കൂടിക്കൂടി പോകുമ്പോഴും, അല്ലെങ്കിൽ ഓരോ വർഷത്തെ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും, ധ്യാനം കൂടുമ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണേ, എന്നിൽ ദൈവാത്മാവിന്റെ ശക്തി കൂടുകയാണോ, അത് ഓരോ വർഷം ചെല്ലുമ്പോൾ കുറഞ്ഞു പോവുകയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ധ്യാനം കൂടുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്ത ശുശ്രൂഷകൾ വർഷത്തിൽ എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന എന്നിൽ ഈ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വളരാത്തത്, അല്ലെങ്കിൽ ശക്തിപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്താണ്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാരണം ഇപ്പോൾ ചിന്തിക്കുകയാണ്. അത് തന്നെ എന്ന് പറയുന്നത്, എനിക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, യേശു കാണിച്ചു തന്ന ഒരു ലാളിത്യത്തിന്റെ ഒരു മാതൃക എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈശോ എത്രയോ ലളിതമായ ഒരു ജീവിതമാണ് നമുക്ക് കാണിച്ചു തന്നത്. ദാരിദ്ര്യത്തെയാണ് ഈശോ സ്നേഹിച്ചത്. ആ ഒരു ലളിതമായ ജീവിതം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കും, അതായത് എൻ്റെ വസ്ത്രധാരണം ലളിതമായ ഒരു വസ്ത്രധാരണമാണ്. ഞാനൊരു കടയിൽ കയറിയാൽ ഏറ്റവും സൗകര്യം നിറഞ്ഞൊരു കടയിലാണ് കയറുന്നത്. ഏറ്റവും ഇപ്പോൾ വന്ന ടോപ്പ്, അതൊരു ഹോട്ടലാകാം, ഒരു ബേക്കറി ആകാം, എന്ത് കാര്യങ്ങൾ ചെയ്താലും ഞാൻ ഏറ്റവും സൗകര്യം നിറഞ്ഞ, എനിക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പിക്കാറുണ്ട്. ഞാനൊരു വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നാൽ ഒരു ലാളിത്യത്തിന്റെ വീട് വെച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള വീടാണോ ഞാൻ വെക്കുന്നത്? എൻ്റെ സംസാരങ്ങൾ, ഞാനൊരു വാഹനം വാങ്ങിച്ചാൽ, ഇങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ നമ്മളിൽ എവിടെയാണ് ക്രിസ്തുവിന്റെ ലാളിത്യമുള്ളത്? ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് നമ്മൾ, അഭിമാനിക്കുന്നവരുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ദിവികാല സന്നിധിയിൽ ഒരുപാട് സമയം ഇരിക്കുന്നവരാണ്. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുമ്പോൾ, ഈ ഈശോയിലുള്ള എന്ത് ലാളിത്യമാണ് എന്നിലുള്ളത്, എന്ത് ലാളിത്യമാണ് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുവല്ലാത്ത ശക്തിപ്പെടുക, അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ പുറകെ, ഈശോയുടെ വഴിയെ പോകുന്നുണ്ട്, പക്ഷെ ഈശോയുടെ ലാളിത്യമോ ഈശോയുടെ ഒരു ദാരിദ്ര്യ ജീവിതമോ നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ യേശു കാണിച്ചു തന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഉണ്ടാകുമ്പോഴാണ് അവരിൽ ഈ ദാരിദ്ര്യത്തിന്റെ, ലാളിത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക, എന്നെ അഭിഷേകം ചെയ്യണമേ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമേ പറയുന്നത്. പക്ഷേ ഈ ക്രിസ്തുവിൽ നിന്ന് കാണിച്ച ലാളിത്യം നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ പല മേഖലകളും, നമ്മുടെ ഭക്ഷണ രീതികളാകാം, നമ്മുടെ വെറുതെ ഒരു വെള്ളം കുടിക്കുന്ന രീതികളാകാം, നമ്മുടെ വസ്ത്രങ്ങളായിരിക്കാം, നമ്മൾ വസ്ത്രങ്ങൾ എടുക്കുന്ന രീതിയിലായിരിക്കാം, നമ്മൾ കയറുന്ന കടകളും ഹോട്ടലുകളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏറ്റവും ആത്മീയതയുണ്ട്, പക്ഷെ എല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും മുന്തിയ തരം രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിലൊരു ലാളിത്യമില്ല. ലളിതമായ, എന്നാൽ ഒരു ചെറിയൊരു കടയിൽ കയറിയേക്കാം, ഇന്ന് ചെറിയൊരു തുണിക്കടയിൽ കയറിയേക്കാം, ചെറിയ കാര്യങ്ങൾ ചെറുതാക്കാൻ ചിന്തിക്കാതെ എപ്പോഴും നമ്മൾ വലുതാകണം, വലിയ രീതിയിൽ
എല്ലാ ആർഭാടത്തിലും നമ്മൾ ജീവിച്ച് ഈശോയുടെ ശിഷ്യരാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തിപ്പെടുന്നില്ല. അതിനെ തിരുത്താൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂടുതൽ എളിമയോടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ, അതിൽ സന്തോഷിക്കാനുള്ള കൃപ തരണമേ. നീ കാണിച്ചെന്ന മാതൃകയിൽ എൻ്റെ വസ്ത്രധാരണമാകാം, സംസാരമാകാം, എൻ്റെ പ്രവൃത്തികൾ ഒരു ലളിതമായ ജീവിതം നയിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെന്തക്കോസ്തയിലും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴും കൂടുതൽ ലളിതമായ ഒരു ജീവിതം നയിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിത്യസഹായകനായ പരിശുദ്ധാത്മാവെ, ഈശോ കാണിച്ചു തന്ന ലാളിത്യത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ ജീവിതത്തെ സ്നേഹിക്കുവാനും അതിനെ പിൻചെല്ലുവാനും ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.